അസ്സലാമു അലൈക്കും. ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഭഗവത്ഗീതയിലൂടെ സൃഷ്ടാവിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്താന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഏത് മതക്കാരായാലും സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രന്ഥത്തിലും സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലുള്ളത് കേട്ടാലും മറ്റുള്ളവയിൽ നിന്ന് കേട്ടാലൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവർക്കും കാണാം. സൃഷ്ടാവ് ഈ ഒരു രഹസ്യം അല്ലെങ്കിൽ സൃഷ്ടാവിനെ പറ്റിയിട്ട് ഈ രഹസ്യം പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. കാരണം എൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പറയുന്ന സമയം, അഥവാ അവർ അസൂയയില്ലാതെ അല്ലെങ്കിൽ അവർ മനസ്സിലൊരു കളങ്കം ഇല്ലാതെ അത് കേട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അതിന് അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, അവരത് വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കേട്ട് നിന്നാൽ പോലും അതിന് ഗുണങ്ങളുണ്ട്. അപ്പം അത്രയും ഓഫറുള്ളൊരു കാര്യമാണ് ഭഗവത്ഗീതയിലൂടെ സൃഷ്ടാവ് ഇവിടെ പറയുന്നത്. ഇനി അസുഖമുള്ള ആളുകളോടും അതേപോലെ വിശ്വാസമില്ലാത്ത ആളുകളോടൊന്നും പറയരുത്. അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാനും കഴിയൂല. മറ്റൊന്ന്, അവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ എന്താ പറയുക, നരകത്തിലാവാൻ അല്ലെങ്കിൽ അവർ സൃഷ്ടാവിനെ പറ്റിയിട്ട് മോശമായി സംസാരിക്കാനൊക്കെ ഇടവരും എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അല്ലെങ്കിൽ വിശ്വാസമില്ല എന്ന് തോന്നുന്ന വ്യക്തികൾ കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു രഹസ്യം നമ്മൾ അറിയാന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭാഗ്യം ചെയ്തെങ്കിൽ മാത്രം നമുക്കത് കേൾക്കാനും അറിയാനും കഴിയുള്ളൂ. കാരണം നമ്മളൊക്കെ കുഞ്ഞുനാളിലെ നമ്മുടെ ഒരു സംശയമായിരുന്നു, നമ്മൾ എവിടെയാ, എങ്ങനെയാ, നമ്മുടെ ഈ ജീവിതം എന്താണ്, ഇതൊരു സ്വപ്നമാണോ അതോ യഥാർത്ഥ ലോകമാണ്. നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സൃഷ്ടാവ്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. പക്ഷെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടാവിനെ പറ്റിയിട്ട് തന്നെ. കാരണം ഇന്നും ആർക്കും വ്യക്തമായിട്ടിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അത്. എന്നാൽ നമ്മളൊക്കെ കരുതുന്നത് എന്താ, സൃഷ്ടാവ് നമ്മളിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണ് എന്നത്. പക്ഷെ നമ്മളിൽ നിന്ന് സൃഷ്ടാവ് ഒരിക്കലും മറിഞ്ഞിരുന്നിട്ടില്ല. സൃഷ്ടാവ് വ്യക്തമായിട്ട് തന്നെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളെപ്പോഴും സൃഷ്ടാവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയാതെ പോയതാണ് നമ്മുടെ തെറ്റ്. അപ്പം നമുക്ക് കൂടുതൽ വളച്ചു കെട്ടുന്നില്ല, സബ്ജക്റ്റിലേക്ക് നമുക്ക് പോവാം. അധ്യായം 7, ജ്ഞാന വിജ്ഞാന യോഗ, വാക്യം 2-3. യാതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായി മറ്റൊന്നും ഈ ലോകത്തിൽ അവശേഷിക്കുകയില്ല. ആ ജ്ഞാനം വിജ്ഞാനത്തോടുകൂടി ഞാൻ പൂർണ്ണമായി നിനക്കിത ഉപദേശിക്കാൻ പോകുന്നു. അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായി യത്നിക്കുന്നുള്ളൂ. യത്നിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരുപാട് ആളുകൾ, നമ്മളിപ്പോൾ സൃഷ്ടാവിനെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സൃഷ്ടാവ് അല്ലെങ്കിൽ എന്താണ് ദൈവം, ഇനി ഒരുപാട് ആൾക്കാർ പ്രയത്നിക്കുന്നുണ്ട് ഈ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഈ ഒരു സത്യം അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഒരുപാട് പേര് പരിശ്രമിച്ചാലും ആർക്കെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ ആരും പരിശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് ഇവിടെ ലാസ്റ്റ് പറയുന്നുണ്ട്, ഈ ഒരു അധ്യായത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണത്തിന് ശേഷം ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി അധ്യായം 7, ജ്ഞാന വിജ്ഞാന യോഗ, വാക്യം 14. എന്തുകൊണ്ടെന്നാൽ അമാനുഷികവും 3 ഗുണങ്ങളുമായ ഈ മായ തരണം ചെയ്യാൻ പ്രയാസമുള്ളതാണ്. ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യും. ഇപ്പം ഇവിടെ പറയുന്നത് ഈ ഒരു മായ തരണം ചെയ്യാൻ പ്രയാസമാണ്. കാരണം യഥാർത്ഥ സൃഷ്ടാവിൻ്റെ രഹസ്യങ്ങൾ അറിയാന്നുള്ളത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. പക്ഷെ അവർ ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവർക്കത് തരണം ചെയ്യാൻ കഴിയുന്നു. അപ്പം നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിക്കുക. അതേപോലെ സൃഷ്ടാവ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വിശ്വാസം നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കും. ഞാനിപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ സൃഷ്ടാവ് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും ഉള്ളൊരു വ്യക്തി. അത്തരം ആളുകൾക്ക് മാത്രം സൃഷ്ടാവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി അധ്യായം 9, രാജവിദ്യാരാജ ഗുഹ്യയോഗ, വാക്യം 11. എൻ്റെ പരമസ്വരൂപത്തെ അറിയാത്തവൻ സർവചരാചരങ്ങളുടെയും മഹേശ്വരനായ എന്നെ മനുഷ്യ ശരീരത്തെ അവലംബിച്ചവനെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത്, എൻ്റെ പരമസ്വരൂപത്തെ അറിയാത്ത ആളുകൾ ഒരു മനുഷ്യൻ്റെ
രൂപ പോലെയാണ് എന്നെ കണക്കാക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മളൊക്കെ കുറെ മുന്നേ ചിന്തിക്കല ഒരു പക്ഷെ അതായിരിക്കും. കാരണം നമ്മളെപ്പോലുള്ള ഒരാൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് മുന്നേ ഒക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ യഥാർത്ഥ സത്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താ സൃഷ്ടാവ്, എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യരൂപത്തിലേക്ക് തന്നെ കണക്കാക്കണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 29. ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെ വ്യാപിക്കുന്നതായി കാണുന്നവൻ തന്നെ സ്വയം നശിപ്പിക്കുന്നില്ല, അതിനാൽ അവൻ മുക്തി അടയുന്നു. അപ്പോൾ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. എങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വയം നമ്മൾ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുന്നില്ല എന്ന് അവിടെ പറയുന്നത്. കാരണം അവിടെ ഒരു കാരണമുണ്ട്. സൃഷ്ടാവിന്റെ ഈ 3 അംശങ്ങൾ എവിടെയാണ് എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്ന ഒരു ഓർഡറിലാണ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ അതാണ് മനുഷ്യനെ സ്വയം നശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ വഴിയെ നമ്മൾ എടുക്കും. ഇനി അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗ വാക്യം 4 പറയുന്നത്, അവ്യക്ത സ്വരൂപനായ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവചരാചരങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ പറയാറുണ്ട് ഈശ്വരൻ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മളൊരു പറയാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. കാരണം ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ട്, പക്ഷെ സർവ്വചരാചരങ്ങൾ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല എന്നത്. അപ്പൊ നമ്മൾ തുരുമ്പിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ജീവനില്ലാത്ത ഒന്നാണ്. പക്ഷെ ആ തുരുമ്പും തൂണും ആശ്രയിക്കുന്നത് ആരെയാണ്? സൃഷ്ടാവിനെയാണ്. കാരണം സൃഷ്ടാവ് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇനി അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 14. എല്ലായിടത്തും കൈകാലോട് കൂടിയും നേത്ര ശിരോമുഖങ്ങളോട് കൂടിയും സർവത്ര കാരണങ്ങളോട് കൂടിയും വ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നത് സൃഷ്ടാവിന്റെ ഈ ആത്മാവ് അംശങ്ങള് ഇപ്പോൾ മനുഷ്യരുടെ രൂപം പോലെ തന്നെ സൃഷ്ടാവിന്റെ തല, കൈ, കാല് എന്നൊക്കെ ഇവിടെ ഉപമിക്കുകയാണ്. അങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ നമുക്ക് മനുഷ്യനോട് ഉപമിക്കാൻ പറ്റൂല, കാരണം വ്യത്യാസമുണ്ട്. അത് നമുക്കിനി മനസ്സിലാവും. പക്ഷെ അതൊരു ഉപമയിലൂടെ പറയാണ്. ഇനി അധ്യായം 11 വിശ്വരൂപദർശനയോഗ വാക്യം 7. ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയും എൻ്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായി കാണുക. അപ്പൊ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, അതിൻ്റെ മേലേക്ക് മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. അഥവാ 2 ലോകങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു മറ നമുക്ക് നീക്കിക്കളയുന്നത് ലോകം അവസാനിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ചരാചരങ്ങളോട് കൂടിയ ഈ മഹാപ്രപഞ്ചവും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയും. ഇപ്പൊ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ സ്വർഗം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. വേറെ നരകപ്പം എന്തായാലും നമ്മൾ ആഗ്രഹിക്കൂല. അപ്പൊ ഇവക്ക് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ദേഹത്തിൽ തന്നെ നീ കാണുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളെ ഈ ഒരു ഇതിൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥ സൃഷ്ടാവിന്റെ ആ ഒരു ഘടനയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ലോകം, അതിന്റെ മേലേക്കും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. അതിലാണ് സ്വർഗം, നരകം, സൃഷ്ടാവിന്റെ യഥാർത്ഥ ആ ഒരു സത്യങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ഇനി അധ്യായം 15 പുരുഷോത്തമ യോഗ വാക്യം 2 പറയുന്നത്, 3 ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിന്റെ ശാഖ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ്. ഇതാണ് മെയിൻ സബ്ജക്റ്റ്. മുകളിലും താഴെയായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ്. അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ. അപ്പൊ അതിന്റെ തളിരുകൾ മീൻസ് അത് അവിടെ സ്വർഗം നരകത്തെ പറ്റി പറയുന്നത്. അതിന്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ തളിര് മീൻസ് അതിൽ വരുന്നതാണ് മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിൽ വ്യാപിച്ച് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്, ഒരംശം. മറ്റൊന്ന് അതവിടെ 3 ഗുണങ്ങളാൽ എന്ന് പറയുന്നുണ്ട്, 3 ശാഖകൾ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ മുകളിലും താഴെയും എന്നുള്ള ഒരു ഓർഡർ പരന്ന് കിടക്കുക. ഏറ്റവും മുകളിൽ ഒരു അംശമുണ്ട്, എന്നാൽ താഴെ ഒരു അംശമുണ്ട്, എന്നാൽ മുകളിലൊരു അംശം, അങ്ങനെ രീതിയിൽ വ്യാപിച്ച് കിടക്കുക ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ 3 അംശം ഉണ്ട് പറയുന്നുണ്ട്. പിന്നെ ശാഖ, കൈ എന്നൊക്കെ ഉപമിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നിൽ അംശം എന്ന് പറയുന്നുണ്ട്, ഒന്നിൽ ശാഖ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു കൈകളോടാണ്. ഇപ്പം മുന്നിൽ കൈകൾ എന്ന് പറയുന്നുണ്ടല്ലോ, കൈകളോട് വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതിലൊന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം 18 പറയുന്നുണ്ട്, പ്രകാശങ്ങൾക്കെല്ലാം പ്രകാശമായിട്ടുള്ള ആ ബ്രഹ്മം അന്ധകാരത്തിന് അപ്പുറമാണെന്ന് പറയുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നതും ബ്രഹ്മം തന്നെ. ഏറ്റവും മേലെ പ്രകാശം എന്നുള്ളൊരു ബ്രഹ്മമുണ്ട്.
താഴെ ഹൃദയത്തിൽ വസിക്കുന്നതും ബ്രഹ്മാണെന്ന് പറയുന്നുണ്ട്. രണ്ടംശത്തെ പറ്റി ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും മേലെ ഈ പ്രകാശം, അതാണ് മേലെയും താഴെയായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ മേലെ ഒരു പ്രകാശമുണ്ട്. ഇനി അദ്ദേഹം 10 വിഭൂതി യോഗ വാക്യം 42. ഈ പ്രപഞ്ചത്തെ മുഴുവനും എൻ്റെ ഒരംശം കൊണ്ട് ഞാനാണ് താങ്ങുന്നത്. അപ്പോൾ മറ്റൊരു അംശത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ മൊത്തം താങ്ങുന്നത് ഞാനാണെന്ന്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ, എൻ്റെ ശരീരത്തിൽ തന്നെയാണ് എല്ലാം വ്യാപിച്ച് കിടക്കുന്നത്, ഞാൻ ഒന്നിനെ ആശ്രയിക്കുന്നില്ല, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഒക്കെ എൻ്റെ ദേഹത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു അംശം. അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗ വാക്യം 19. ഞാൻ ചൂടുണ്ടാക്കുന്നു, മഴ പെയ്യിപ്പിക്കുന്നു, അത് തടുക്കുകയും ചെയ്യുന്നു. ജീവിതവും മരണവും സത്തും അസത്തും ഞാൻ തന്നെ. അധ്യായം 1 വിഭൂതി യോഗ വാക്യം 8. ഞാനാണ് എല്ലാത്തിനും ഉത്ഭവമെന്നും സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതന്മാർ ഏകാഗ്ര ഭാവത്തോടു കൂടി എന്നെ പൂജിക്കുന്നു.